പലപ്പോഴും രോഗത്താൽ മറ്റ് ക്ലേശങ്ങളാൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ പലവിധമായ ചെക്കപ്പുകൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നെ ശ്രദ്ധിച്ച നിങ്ങൾ, പലവിധമായ ചെക്കപ്പുകൾ ചെയ്യാറുണ്ട്. ആ റിസൾട്ട് നമുക്ക് തരുന്ന ആ ലാബിൽ ഉള്ള സ്റ്റാഫിനോട് പോലും നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പേ ഒന്നറിയുവാനുള്ളൊരു ആഗ്രഹം. സ്തോത്രം. ചില വിഷയത്തിനകത്ത് അവർ പറയും ഡോക്ടർ പറയുന്നു, അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഡോക്ടർ പറയുന്നത്. സ്തോത്രം. നമ്മൾ ആ റിപ്പോർട്ട് ഡോക്ടറെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഡോക്ടറെ മുഖത്തോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആ മുഖത്തിൻ്റെ ഭാവം. സ്തോത്രം. പലപ്പോഴും ഡോക്ടർ തന്നെ അങ്ങ് നിരാശപ്പെടുത്തും. ശ്രമിക്കാം, നോക്കട്ടെ, അല്ലേ? സ്തോത്രം. പക്ഷേ ഇന്ന് രാവിലെയും കർത്താവിന് നമ്മൾ വന്നിരിക്കുന്നത് സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും പല കാര്യങ്ങളും നമ്മൾ അറിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പിടുവാകും. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് തോന്നും ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. റോമാലേഖനം പറയുന്നത് അബ്രഹാം തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചു. തനിക്കത് മനസ്സിലായി. തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം താൻ ഗ്രഹിച്ചു. അടുത്തത് പറയുന്നത് സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ആ മനുഷ്യൻ ഗ്രഹിച്ചു. താൻ അറിഞ്ഞതൊക്കെ താൻ അറിഞ്ഞു. പക്ഷെ അടുത്ത വാക്യം പറയാം, എന്നിട്ടും വിശ്വാസത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, എന്നിട്ടും വിശ്വാസത്തിൽ, പകൽ ധൈര്യത്തോടെ വിശ്വാസത്തിൽ നിന്നെ ക്ഷീണിപ്പിക്കുന്ന പലവിധമായ റിപ്പോർട്ടുകളും ഒരു പക്ഷെ നിന്റെ കരത്തിൽ വരും. നീ അത് കേൾക്കും, നീ അത് അറിയും. പക്ഷെ ഇന്ന് പകൽക്കാലം ഒന്നെനിക്കറിയാം, ആത്മാവിൽ ചലിക്കുന്ന ഒരുവളെ അവിടെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന എന്തൊക്കെ അവിടെ ജീവിതത്തിൽ വന്നാലും ഇല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാ. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ. അടുത്ത പറഞ്ഞ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടെന്ന്. അപ്പോൾ ഒത്തിരി പേര് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകും. എന്തുകൊണ്ട്? പല കാരണങ്ങൾ, പല റിസൾട്ടുകൾ, പല വാർത്തകൾ, പല അറിവുകൾ, പലതും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് നാം എന്തെന്നറിയുമോ, നാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകും. പക്ഷേ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന, അബ്രഹാം തൻ്റെ ബുദ്ധിമുട്ടും തൻ്റെ ഭാര്യയുടെ ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ഇദ്ദേഹം ക്ഷീണിച്ചില്ലെന്ന് മാത്രമല്ല പാസ്റ്ററെ, ശക്തിപ്പെട്ടു. ഈ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടവനെ വേഗത്തിൽ തിരിച്ചറിയാം. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. കാര്യം എൻ്റെ ദൈവത്തിന് കഴിയും. അതാ പറയുന്ന, ഈ ചാരത്തിൻ്റെ അകത്തുനിന്ന് പോലും എൻ്റെ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവിനെ വിശ്വസിക്കാൻ ഇന്നു പകൽ കഴിഞ്ഞാൽ നിന്റെ വിഷയത്തിന്റെ കടുങ്കെട്ടുകളെ അഴിച്ച് നിനക്ക് വേണ്ടി ശക്തിയോടെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ മഹത്വത്തിന് ഇന്നു പകലും കരുത്തുണ്ടെന്ന്. നിന്നെ ക്ഷീണിപ്പിക്കുന്ന, വിശ്വാസത്തിൽ ക്ഷീണിപ്പിക്കുന്ന പല റിപ്പോർട്ടുകളും ഒരുപക്ഷെ നിന്റെ കയ്യിൽ കാണും. ഇന്നു പകലത്തെ ഈ പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവ് പറയാ, ഇത് നിന്നെ ക്ഷീണിപ്പിക്കുകയല്ല, ഇത് നിന്റെ വിശ്വാസത്തിൽ നിന്നെ ശക്തീകരിക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കും. യായിറോസിന്റെ വീട്ടിൽ നാള് വന്നു പറഞ്ഞു, കൊച്ചു മരിച്ചുപോയി. യേശുവിന് വസ്തുത അറിയാം. പക്ഷെ യേശു പറഞ്ഞു, നോ, അവൾ ഉറങ്ങുകയാ. ആശയ്ക്ക് വിരോധമായി ആശയോടെ ക്ഷീണിച്ചു പോകേണ്ട പല മേഖലയ്ക്കകത്തും വിശ്വാസത്തിൽ ശക്തിപ്പെടുന്ന ചിലരെ ഈ പ്രാർത്ഥനയുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാല കാണുകയാ. ഈ പ്രതീക്ഷിക്കാത്തൊരു വിടുതൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് പകൽ എന്റെ ദൈവം അയക്കുമെന്ന്. നിന്റെ വീടിനകത്തൊരു ഉയർപ്പ് നടക്കാൻ പോകുകയാ. തലമുറയുമായി ബന്ധപ്പെട്ട് നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് പകൽ ഒരു ഉയർപ്പ് നടക്കാൻ പോകുകയാ. ഈ പകൽ വിശ്വസിക്ക്. ക്ഷീണിച്ചു പോകരുത്. ആ വാർത്ത കേട്ട് നീ ക്ഷീണിച്ചു പോകരുത്. നീ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക. എന്റെ ദൈവം അത്ഭുത മന്ത്രിയാ.
എന്റെ ദൈവം വീരനാ ദൈവമാ, എന്റെ ദൈവം നിത്യപിതാവാ, എന്റെ ദൈവം സമാധാനത്തിന്റെ പ്രഭുവാ. ഇന്ന് പകൽ നിന്നെ അലട്ടുന്ന വിഷയം എന്തുമാകട്ടെ, അതിന്റെ അകത്ത് ഇറങ്ങി വരാൻ കരുത്തനായൊരു ദൈവത്തിന്റെ സാന്നിധ്യം. ചില വാർത്തകൾ നാം അറിയുമ്പോൾ നമുക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. ചില വാർത്തകൾ നാം കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. ഞാൻ എന്തിനാണ് ഈ ഭാഗം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ശക്തിപ്പെട്ടവൻ അടുത്ത വേട് പറയുക, ദൈവത്തിന് മഹത്വം കൊടുത്തു, ദൈവത്തിന് മഹത്വം കൊടുത്തു. സാധ്യത നോക്കിയിട്ടല്ല ആരാധിക്കേണ്ടത്, അവസ്ഥ നോക്കിയിട്ടല്ല ആരാധിക്കേണ്ടത്. എല്ലാം പ്രതികൂലമാകുമ്പോഴും നീ പറയണം, എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കരുത്തനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ വന്നിരിക്കുന്നത്. സാധ്യതകൾ മുഴുവനും, സാഹചര്യങ്ങൾ മുഴുവനും നിനക്ക് പ്രതികൂലമാകട്ടെ, നിനക്കെതിരാകട്ടെ, പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ തന്നെ ഇന്നത്തെ എന്റെ ആരാധന അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആരാധനയാ. ഒരു പക്ഷെ എല്ലാവരും ചോദിക്കും, ഇത്ര പ്രതികൂലത്തിന് നടുവിലും അബ്രഹാമേ നീ എന്തിനാണ് ഇത്രയും ആരാധിക്കുന്നത്? അവ പറയും, എൻ്റെ ദൈവം സർവശക്തനാ, ഞാൻ ആരാധിക്കുന്നത് സർവശക്തനെയാ. പലരും എന്നോട് ചോദിച്ചല്ലേ, ഇന്ന് പകൽ നീ എന്തിനാ പോകുന്നേ, എന്തിനാ നീ പ്രാർത്ഥിക്കുന്നേ, എന്തിനാ നീ ഉപവസിക്കുന്നേ, വേറെ ഒരു ജോലി നിനക്കില്ലേ? പല കണ്ണുകളും കുരുടായിരിക്കുമ്പോൾ, പലരുടെയും അകത്ത് മനുഷ്യൻ മരിച്ചിരിക്കുമ്പോൾ അകത്ത് വെളിച്ച പ്രകാശം നിന്നെ ഇതിനകത്തു ദൈവം കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ നിന്നിൽ കൂടെ വലിയ കാര്യങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ചേർത്തടിച്ച് ഒരു നിമിഷം ആ ദൈവത്തിന് നന്ദി പറഞ്ഞ്